ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള 2 സെറ്റ് കമ്മലാണ്. കിഡ്സ് സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഫോർക്ക്, പ്ലയർ, ഗ്ലൂ എടുത്തിട്ടുണ്ട്, ഫെവിക്രിൽ, പിന്നെ എംബ്രോയിഡറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ വീതി കുറഞ്ഞ റിബൺ, ഒരു ഹെഡ് പിൻ, പിന്നെ 3 ബീഡ്സാണ്, ഒന്ന് വലുതും 2 ചെറുതും. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റിന് റിബൺ എടുക്കാം, അതിനെ 2ആയി മടക്കാം. മടക്കിയ ശേഷം നമുക്ക് ഈ ഫോർക്കിൻ്റെ ബാക്കിലൂടെ വെച്ച് ഒരു ഭാഗത്തെ, അതായത് ഒരു സൈഡ് ഇങ്ങനെ ക്രോസായി വെച്ച ശേഷം മറ്റേ ഭാഗം കൂടി എടുത്തിട്ട് ഈ ക്രോസായി വെച്ചതിൻ്റെ വെളിയിലൂടെ ഈ ഫോർക്കിൻ്റെ നടുവിലുള്ള ഗ്യാപ്പിലൂടെ ബാക്കിലോട്ട് എടുക്കാം. ഈ ബാക്കിലെടുത്ത ശേഷം നന്നായിട്ട് വലിച്ച് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തിട്ട് ഈ ഫ്രണ്ടിലുള്ള ഈ ഭാഗം കൂടി നമുക്ക് ഈ നടുവിൽ കൂടെ തന്നെ ബാക്കിലോട്ട് എടുക്കാം. എന്നിട്ട് നന്നായി വലിച്ച് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബോൻ്റെ ഷേപ്പിൽ കിട്ടും. അതിനുശേഷം ഈ ബാക്കിലുള്ള 2 അറ്റവും കൂടി കെട്ടാം. കൂട്ടിക്കെട്ടിയ ശേഷം ഒരു കെട്ടിട്ടാൽ മതി, നന്നായി ടൈറ്റായി ഇരുന്നോളും. ഈ കെട്ടിയ ശേഷം ഇത് താഴോട്ട് നന്നായി 2 അറ്റവും താഴോട്ട് വലിക്കുക. നന്നായി വലിച്ച ശേഷം ഒന്നും കൂടി നന്നായി ടൈറ്റ് ചെയ്യുക. നമ്മുടെ കെട്ട് ഇതിൻ്റെ താഴെ വന്നാലാണ് ഈ ബോൻ്റെ അറ്റം രണ്ടും ഈ താഴോട്ട് ഇങ്ങനെ നിൽക്കുള്ളൂ. അല്ല ഇങ്ങനെ പിടിച്ച് ടൈറ്റ് ചെയ്താൽ അത് മുകളിലോട്ടോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് 2 സൈഡിലോട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ നന്നായിട്ട് താഴോട്ട് വലിച്ച് പിടിച്ചിട്ട് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം ഇത് എത്രത്തോളം ലെങ്ത്ത് വേണോ റിബണ് അത്രയും കണക്കാക്കിയ ശേഷം ബാക്കി നമുക്ക് ചരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് വിടാം. നമുക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇങ്ങനെ എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ 2 വരി ആയതുകൊണ്ട് മടക്കിയത് കാരണം ഈ 2 ലെയർ ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടും ഉള്ളിൽ നിന്ന് വെളിയിലോട്ട് എടുത്ത് വിടാം. അപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതുപോലെ ബോ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ, അതായത് ഡ്രസ്സിലൊക്കെ ഇതുപോലെ ഒട്ടിക്കാം അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞ് വൈറ്റ് കളർ ബീഡ് അല്ലെങ്കിൽ കളർഫുൾ ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യണമെങ്കിലും ചെയ്യാം. ഹെയർ ബാൻഡിലെല്ലാം ചെയ്യാം. അപ്പോൾ നമുക്ക് കമ്മൽ ഉണ്ടാക്കുന്നതിന് ആദ്യം ഹെഡ് പിൻ എടുക്കുക. അതിനുശേഷം ഒരു ചെറിയ ഗോൾഡൻ കളർ ബീഡ് കോർത്തിട്ടുണ്ട്. അതിനുശേഷം വലിയൊരു മുത്ത് കോർത്തു. ഇനി നമുക്ക് ഈ ബോ ആണ് ഇതിലോട്ട് കോർക്കേണ്ടത്. അപ്പോൾ ഈ കെട്ടിൻ്റെ ഗ്യാപ്പിലൂടെ തന്നെ വേണം ഇത് കോർക്കാൻ. അപ്പോൾ ആദ്യം ഇത്തിരി കോർക്കാൻ ഇത്തിരി ടൈറ്റ് ആയിരിക്കും, എന്നാലും പതുക്കെ പതുക്കെ കോർക്കണം. ഈ കറക്റ്റ് റിബൺ കെട്ടിയ ആ ഭാഗത്തോട് തന്നെ കോർക്കണം, എന്നാലത് അഴിഞ്ഞു വരാതിരിക്കുകയുള്ളൂ. അപ്പോൾ അത് കോർത്ത ശേഷം ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് ഈ ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഫെവിക്രിൽ ഫാബ്രിക് ഗ്ലൂ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ചെറിയൊരു മുത്ത് കോർക്കാം. മുത്ത് അതിലോട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ഇയർ ഹുക്കിലോട്ടൊന്നും കോർക്കുന്നില്ല. ഈ ഹെഡ് പിന് കുറച്ച് ലെങ്തി ആയതുകൊണ്ട് ഇത് തന്നെ വളച്ചിട്ട് നമുക്കൊരു ഇയർ ഹുക്ക് പോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അറ്റം ഇതുപോലെ നന്നായിട്ടൊന്ന് വളയ്ക്കുക. യു ഷേപ്പിലാക്കിയ ശേഷം വീണ്ടും ഈ ഏറ്റവും വരുന്ന അറ്റത്ത് ചെറുതായിട്ടൊന്ന് വെളിയിലോട്ടും വളച്ച് വയ്ക്കാം. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികൾക്ക് നമുക്ക് ഇയർ ഹുക്ക് ഇല്ലാതെ ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ഇടുന്നതായിരിക്കും ഭംഗി. അപ്പോൾ കാണുമ്പോഴും കാതോട് ചേർന്നിരിക്കുന്ന പോലെ ഇത് ഇരുന്നോളും. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇതിൽ കുറേയൊക്കെ സെയിം തന്നെയാണ്. 2 കളർ റിബണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 വരി എടുത്ത് നേരത്തെ ചെയ്തതിന് പകരം ഇവിടെ 2 കളർ റിബൺ എടുത്തിരിക്കുന്നു. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോ ഉണ്ടാക്കാം. ബോ ഉണ്ടാക്കിയ ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ കോർക്കുകയാണ്. അപ്പോൾ മുത്തിന് പകരം സാധാരണ ബീഡ്സാണ് നേരത്തെ എടുത്തിരിക്കുന്നത്. ഇതിൽ ക്രിസ്റ്റൽസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലൂ കളറും പിങ്ക് കളറും ആയതുകൊണ്ട് ഇതിന് മാച്ചാവുന്ന പോലെ 2 കളർ ക്രിസ്റ്റൽസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇയർ ഹുക്കിലോട്ട് കോർക്കുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്തിട്ട് ലൂപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഹുക്കിലോട്ട് കോർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ ബോ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്റ്റൽസ് കോർത്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ചെറിയ ക്രിസ്റ്റൽ കോർത്തു, പിന്നെ വലിയൊരു ക്രിസ്റ്റൽ കോർത്തു. അതിനുശേഷം ഈ ബോ അതിലോട്ട് കോർത്തു. ഇപ്പോൾ നമുക്കിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിവിടെ ക്രിസ്റ്റൽ കോർത്ത ശേഷം ലൂപ്പ് ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുത്ത് അവിടെ അഴിഞ്ഞു വരില്ല. അപ്പോൾ എക്സ്ട്രാ വരുന്ന അത്രയും ലെങ്ത്ത് കട്ട് ചെയ്ത് കളയുക. നമുക്കൊരു ലൂപ്പ് ഉണ്ടാക്കാനുള്ള അത്ര ലെങ്ത്ത് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. അതിനുശേഷം ഇത് സൈഡിലോട്ട് ബെൻഡ് ചെയ്തിട്ട് വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിച്ച് ചെറിയൊരു ലൂപ്പ് ഉണ്ടാക്കാം. നമ്മൾ ഇയർ ഹുക്ക് അതിലോട്ട് കോർത്തിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ലൂപ്പ് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ റിബൺ ഞാനിവിടെ കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചിലർക്ക് ഇതുപോലെ ലെങ്ത്തായിട്ട് റിബൺ നല്ല ലെങ്തി ആയിട്ട് ലോങ് ആയിട്ട് കിടക്കണം ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇഷ്ടം പോലെ, അതായത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഞാനത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഒരെണ്ണം. മറ്റേ പെയർ ഇതുപോലെ കട്ട് ചെയ്തിട്ടില്ല. ഇതുപോലെ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും ലെങ്ത്തിലിടാം. ഇതിൻ്റെ അറ്റത്ത് വേണമെങ്കിൽ ഓരോ മുത്ത് കോർത്തിടാം. അപ്പോൾ റിബൺ കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് കിടക്കും മുത്ത് കോർത്തൽ അതിൻ്റെ വെയിറ്റിൽ. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തിട്ട് പെയർ സെറ്റാക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡിസൈനും ചെയ്തു. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ചരിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഈ മുകളിൽ വരുന്ന ലെയർ ഒന്നുകൂടി ചെറുതാക്കി കഴിഞ്ഞാൽ നമ്മുടെ 2 കളർ റിബണും നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കമ്മൽ 2 സെറ്റ് ഇവിടെ ചെയ്ത് കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടമായെന്നറിയില്ല, ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയുണ്ടാവും. കളർഫുള്ളായിട്ട് ഏത് കളർ റിബൺ വേണമെങ്കിലും അതിന് മാച്ചായിട്ടുള്ള ക്രിസ്റ്റലോ ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കമ്മൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ
സിമ്പിളായിട്ടുള്ള 2 സെറ്റ് കമ്മലാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഓപ്ഷനിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടിയാൽ അപ്പോൾ തന്നെ മറക്കാതെ വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളി ഡിസൈനായിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.